കോഴിക്കോട് കോർപ്പറേഷനിലെ UDF മേയർ സ്ഥാനാർത്ഥി VM വിനു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തുവെന്ന വാദം പൊളിഞ്ഞു. 2020 തദ്ദേശ വോട്ടർ പട്ടികയിൽ VM വിനുവിന്റെയും കുടുംബത്തിന്റെയും പേരുണ്ടായിരുന്നില്ല എന്ന് തെളിയിക്കുന്ന രേഖകൾ ന്യൂസ് മലയാളം പുറത്തുവിട്ടു. നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ വോട്ടർ പട്ടികയിലാണ് VM വിനുവും കുടുംബത്തിനും വോട്ടുണ്ടായിരുന്നത്. ഞാൻ കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷന് എൻ്റെ വാർഡിൽ രാജേഷ് ആയിരുന്നു മത്സരിച്ചു. അവിടെ ഞാനും എൻ്റെ വൈഫും ഒരു വോട്ട് ചെയ്തിട്ടുണ്ട്. അത് 9:30 മണിക്കായിരുന്നു ഞാൻ വോട്ട് ചെയ്തത്. അത് എനിക്ക് എറണാകുളത്ത് ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ആ ട്രെയിൻ മിസ്സാവുന്നതിന് മുമ്പേ എനിക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ട് ഞാൻ രാജേഷിനോട് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് പെട്ടെന്ന് വോട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കി തന്നിട്ട് ഞാൻ വോട്ട് ചെയ്തവരാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത VM വിനുവിന് ഇത്തവണ എങ്ങനെ വോട്ടില്ലാതായെന്ന് അന്വേഷണത്തിലാണ്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും VM വിനുവിന് വോട്ടുണ്ടായിരുന്നില്ലെന്ന് വ്യക്തമായി. കോഴിക്കോട് കോർപ്പറേഷനിൽ മലാപ്പറമ്പ് ഡിവിഷനിൽ താമസിക്കുന്ന ഇദ്ദേഹത്തിനും കുടുംബത്തിനും 2020 തദ്ദേശ വോട്ടർ പട്ടികയിലും 2023 തദ്ദേശ കരട് പട്ടികയിലും പേരുണ്ടായിരുന്നില്ല. റിട്ടേണിംഗ് ഓഫീസറും ഇക്കാര്യം സ്ഥിരീകരിച്ചു. എന്നാൽ വോട്ട് ചെയ്തെന്ന വാദം VM വിനുവും കോൺഗ്രസും ആവർത്തിച്ചു. രാജേഷിന് വേണ്ടിയിട്ട് ഞാൻ വോട്ട് ചെയ്തതാണ്. ഞാനും എൻ്റെ വൈഫും വോട്ട് ചെയ്തതാണ്. ആ സ്ഥലത്ത് 18-20 കൊല്ലം താമസിക്കുന്ന സ്ഥലത്ത് ഞാനില്ല, ചുറ്റുപാടുള്ളവർ പേരുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് അപ്പം എൻ്റെ വീടും ഞാനെല്ലാം ഭൂമിയുടെ അടിയിലേക്ക് താണുപോയത്. അദ്ദേഹം വോട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രവുമല്ല, ഈ പട്ടികക്കകത്ത് ഇതിന്റെ അകത്ത് കൃത്രിമം നടന്നിട്ടുണ്ട്. വിനു വോട്ട് ചെയ്തിട്ടുണ്ട് 2020. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ തദ്ദേശ വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിലും ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ VM വിനുവിനും കുടുംബത്തിനും വോട്ടുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ 79-ാം നമ്പർ ബൂത്തിലാണ് വോട്ട്. 1088 മുതൽ 1091 വരെയുള്ള ക്രമ നമ്പറിലാണ് വോട്ട്. തദ്ദേശ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത വിവരം കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം പരിശോധിച്ചില്ലെന്ന് വിമർശനമുണ്ട്. സംഭവത്തിൽ കോടതിയെ സമീപിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. എന്നാൽ നിയമപരമല്ലാത്ത രീതിയിൽ വോട്ട് അനുവദിച്ചാൽ എതിർക്കുമെന്ന് CPIM വ്യക്തമാക്കി. 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിൽ അയാൾ വോട്ട് ചെയ്തിട്ടില്ല. അയാൾ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളവോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം വോട്ടർ പട്ടികയിൽ അയാൾ പേരില്ല. അതിപ്പോൾ അവിടുത്തെ പ്രദേശത്തെ ആൾക്കാർ പരിശോധിച്ച് കഴിഞ്ഞിട്ട് കിട്ടിയ വിവരമാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പാകെ പറയുന്നത്. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തയാളെ മേയർ സ്ഥാനാർത്ഥിയാക്കി രംഗത്തിറക്കിയത് കോൺഗ്രസിന് വൻ നാണക്കേടാണ് ഉണ്ടാക്കിയത്. പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് മലയാളം, കോഴിക്കോട്.